കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ പിന്നെ BJP-യിലേക്ക് മാറുന്നു എന്നുള്ളൊരു പലയിടത്തും ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വോട്ട് എന്നൊരു വോട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുടെ വോട്ടേ ഉള്ളൂ. വേണമെങ്കിൽ നമ്മുടെ കുടുംബമെന്ന് പറയാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പാർട്ടി മെമ്പർമാരെ പോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി എല്ലാ ത്യാഗവും ചെയ്യാനും അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് നമ്മുടെ CPM അവിഭക്ത പാർട്ടി CPM ഉയർന്ന് നിൽക്കുന്നത്. അവരിൽ കുറച്ച് വ്യത്യാസം വന്നു, കുറച്ച് പേര് സംശയം, കുറച്ച് പേര് വന്നാൽ മതിയല്ലോ. അങ്ങനെ എല്ലായിടത്തും ഒന്നും കുറേശ്ശെ വരുമ്പോൾ പോയില്ലേ, പല തുള്ളി വരുള്ളൂ അല്ലേ. ഒരിടവും കാട്ടണമെന്നങ്ങ് പോയതെന്നല്ല, ഓരോ ബൂത്തിലും 10-9 വോട്ട് മാറിയാൽ തന്നെ ഒരു മണ്ഡലത്തിൽ 200 ബൂത്തുണ്ടാവും. എത്രയായി? 10,000 വോട്ടായില്ലേ, മാറിയില്ലേ. പാർലമെൻറ്റ് മൊത്തം വരുമ്പോൾ 1,40,000 ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മൈന്യൂട്ടായിട്ട് നോക്കണം. പാർട്ടിയുടെ ബേസിക് സ്ട്രക്ചറൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അതിന് തകർച്ച ഉണ്ടായതായിട്ട് ഞാൻ കരുതുന്നില്ല. എന്നാൽ ബേസിക് സ്ട്രക്ചറിനെ തൊടാൻ വർഗീയ ശക്തി ശ്രമിക്കുന്നു, അവരാഹ്ലാദിക്കുന്നു. അവർക്കാണെങ്കിൽ ലക്കിലെല്ലാനും ഒന്നുമില്ല, BJP-ക്ക് ഒന്നുമില്ല. അവരന്ധമായിട്ടെന്തോ കാര്യം സാധിച്ചെന്ന മറ്റുള്ള ബഹളം ഉണ്ടാക്കുക. അല്ല, അത് പറഞ്ഞല്ലോ, കേരളത്തിൽ അവരുടെ വോട്ട് കുറച്ച് കൂടി, അത് സത്യമല്ലേ. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. BJP കേരളത്തിൽ വളർന്നു, നിങ്ങൾ ഹെഡിങ് കൊടുത്താൽ ശരിയാവും. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതല്ല ഇവർ ചെയ്ത പണിയാണ്. ആര് നമ്മൾ ആർഗ്യുമെൻ്റ് പറയുകയാണ്, അവരുടെ വോട്ട് കൂടിയല്ലോ, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ അത് ശാശ്വതമാണെന്ന് ആര് പറഞ്ഞു? അവിടെ ഇത് പോലത്തല്ലേ. പ്രോപ്പറായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി ഇറങ്ങേണ്ടവരിറങ്ങി അല്ലേ, അവരോട് സംസാരിക്കേണ്ടവർ രാജ്യത്ത് സംസാരിച്ച് ശക്തമായ ഒരു സ്വാധീനം തിരിച്ചു പോലും. കാരണം അവിടെ നിന്നിട്ട് അവർക്കൊന്നും സാധിക്കാനില്ല. ഹിന്ദു വർഗീയത നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നത്. ആ ഹിന്ദു വർഗീയതയിൽ ആകൃഷ്ടരായ ബുദ്ധിജീവികളടക്കം ഇത് മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താനാണ്. മുസ്ലിങ്ങളെ ആക്ഷേപിക്കേണ്ട കാര്യം എന്താ? മോഡിക്ക് ഇത്തവണ പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നും മുസ്ലിങ്ങൾക്കെതിരെ കണ്ടിന്യൂസായി സംസാരിച്ചുകൊണ്ടിരുന്നു ഒരു മാസത്തോളം. ഒരു പ്രൈം മിനിസ്റ്റർ അങ്ങനെ ചെയ്യാവോ? ഏതെങ്കിലും പ്രൈം മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്? വാജ്പേയി പോലും ചെയ്തിട്ടുണ്ടല്ലോ. അഹങ്കാരമല്ലേ കാണിച്ചത്? താനെന്തോ ആണ്, താൻ ദൈവം വരെയാണ്. എന്തോ ഒരു വടിയും പിടിച്ച് പാർലമെൻറ്റിൽ കൊണ്ടാ വടി വെച്ചതാണ് ഞാൻ വരുന്ന വരവ് കാണണം അല്ലേ. നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ പൂജിച്ചു കൊണ്ടുവരുന്ന പോലെ എന്താ ഭരണഘടനാ വടി എന്ത് വരുന്നത്? അതുകൊണ്ട് ചെങ്കോലുണ്ടോ? ഡെമോക്രസി ചെങ്കോലുണ്ടോ? അത് സാധാരണ രാജാവിന് പോലും ചെങ്കോലില്ല, മഹാരാജാവിനാണ് ചെങ്കോലുള്ളത്. നാട്ടുരാജാവിന് ചെങ്കോലൊന്നും ആരും പറയത്തില്ല. അപ്പോൾ രാജവാഴ്ചയുടെ നഷ്ടപ്പെട്ട ഫ്യൂഡൽ സമ്പ്രദായങ്ങളുടെ ആരാധകനാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ്, അദ്ദേഹം ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തത്. അവിടെ കൊണ്ടുവച്ചു പാർലമെൻറ്റിനകത്ത്. അതിനോട് യോജിക്കുന്നവരാണ് അവിടെ ഇരിക്കുന്നവരെല്ലാം. പാർട്ടി ചെറുതോ വലുതോ എന്നല്ല, അല്ലെങ്കിൽ അംഗസംഖ്യയിൽ കുറവാണോ കൂടുതലെന്നല്ല. എന്തുകൊണ്ടും നിരവധി പാർട്ടികൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്നു. ഒരു സമൂഹത്തിൽ നിരവധി കൊച്ചു കൊച്ചു പാർട്ടി. എന്തുകൊണ്ടും ഇത്രയും പാർട്ടി എന്തിനാണ്? കേരള കോൺഗ്രസിന് 6-7 ഉണ്ട്. അതിനെപ്പറ്റി ലെൻ പറഞ്ഞു, ഒരു പാർട്ടി ഒരു ഐഡിയോളജിയാണ്. ഈ സമൂഹത്തിൽ ഇത്രയും ഐഡിയോളജി ഉണ്ട്, അതാണത് പാർട്ടിയായിട്ട് വരുന്നത്. വലതുപക്ഷത്ത് തന്നെ പല പല റേഞ്ചിലുള്ള ഐഡിയോളജിയാണ്. അതെല്ലാം വലതുപക്ഷമാണെങ്കിൽ അതെല്ലാം പല പല റേഞ്ച്. ലെഫ്റ്റിനകത്തും പല പല റേഞ്ചിലാണ്. അതെല്ലാം ഓരോ പാർട്ടിയായിട്ട് വരുന്നു. അപ്പോൾ പാർട്ടിയുടെ ബാഹല്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത്രയും ചീള് ആശയങ്ങളുള്ളത് കൊണ്ടാണ്. ആ ആശയമുള്ളവർ അതിന് വോട്ട് കൊടുക്കുന്നത് കുറവായിരിക്കും ചിലപ്പോൾ. എന്ന് പറഞ്ഞതുപോലെ ഈ പാർലമെൻറ്റിൽ എല്ലാവരും മോഡിയുടെ ഈ ചെങ്കോലുകാരാണോ? അല്ലല്ലോ. പ്രതിപക്ഷം അതിനോട് യോജിച്ചല്ലോ. ചെയ്യാവോ? അദ്ദേഹം എന്താ പാർലമെൻറ്റ് അമ്പലാക്കാൻ പോകും? ഇതൊക്കെ അതിനെ ഒന്നും നമുക്ക് മുതലെടുക്കാൻ പറ്റിയില്ല വേണ്ടത്ര. ഒരു പരിധിയോളം കഴിഞ്ഞു. കാരണം 3-2 ഭൂരിപക്ഷം പോയില്ലേ. 400 കിട്ടിയില്ലെന്ന് മാത്രമല്ല, 3-2 പോയി. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായില്ല. ഇതിനേക്കാളൊരു നാണക്കേട് മോഡി. പക്ഷേ എന്തെങ്കിലും മുഖത്തൊരു ഭാവമുണ്ടോ? അപ്പോൾ നാണക്കേടുണ്ടായാലും ഭാവിക്കാത്ത ഒരു തൊലിക്കട്ടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിജയിക്കാൻ പോകുന്നില്ല. അടുത്ത തവണ അധികാരത്തിൽ വരുന്ന കാര്യം സംശയം. കാരണം എൻ്റെ മറ്റുള്ള ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് രാജ്യത്തിൽ ഇതുവരെ ഇല്ലാത്ത പ്രദേശങ്ങൾ വ്യാപിച്ചെന്നുള്ളത് ശരിയാണ്. അതെല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ആഴം നികന്നു പോയി. ഇതാണ് UP. പഞ്ചാബിലൊന്നുമില്ല. പഞ്ചാബിലൊരു സീറ്റും ഇല്ല. ആ AAP-യിലെ ഈ കേജ്രിവാളിൻ്റെ എടുത്തിയാട്ടം കൊണ്ടാണ് ഡൽഹി ഒരു സീറ്റൊക്കെ കിട്ടാത്തത്. എടുത്തിയാട്ടല്ലേ. അയാളൊന്നും അയാളും അങ്ങേയറ്റ അന്ധവിശ്വാസിയല്ലേ.
എപ്പോഴും വേണം ഹനുമാൻ കോവിലൊക്കെ ഓടുന്ന എന്തിനാണ്? ഇദ്ദേഹം രാമക്ഷേത്രത്തിൽ പോകും, അയാൾ ഹനുമാൻ കോവിൽ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പീപ്പിൾ? രണ്ടുപേരും അന്ധവിശ്വാസികളും കടുത്ത വലതുപക്ഷക്കാരുമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു നാമ്പ് മുളയ്ക്കാനാണ് സമ്മതിക്കത്തില്ല ഡൽഹിയിൽ. ആരെ കേജ്രിവാൾ നമുക്കെന്ത് സഹായം? പിന്നെ ഇന്നത്തെ സ്ഥിതിയിൽ BJP എതിർക്കും അങ്ങനെയുള്ളവരെ എല്ലാവരെയും അടിയന്തരാവസ്ഥക്കാരെ നമ്മൾ കൂട്ടിയില്ലേ? ആ അടിസ്ഥാനത്ത് നിൽക്കുകയാണ്. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണം, അവിടെ ഒന്നും കിട്ടിയില്ല, അത് BJP കൊണ്ടുപോയി. പക്ഷേ പഞ്ചാബിലും ഹരിയാനയിലും കിട്ടിയില്ല. മനസ്സിലായില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സുരേഷ് ഗോപി ഒരു സീറ്റ് അവിടെ കിട്ടി, അതുകൊണ്ടെന്താ? ഒരു സീറ്റ് കിട്ടിയപ്പോൾ അതൊരു വലിയ ആഘോഷമല്ലേ നടത്തുന്നത്? അങ്ങനെ ആഘോഷിക്കേണ്ട കാര്യം എന്താ? എന്തൊരു വലിയ സംഭവമായിട്ട് അവർ ആഘോഷിക്കാം. കാരണം അവർക്കൊന്നും കിട്ടാത്ത ഒരു കാര്യമാണ്. ദാഹിച്ച് വലഞ്ഞിരിക്കുന്നതാണ്, കുറച്ച് വെള്ളം കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. BJPക്ക് എന്താ സന്തോഷിക്കാനുള്ളത്? പറയൂ. വോട്ട് സീറ്റ് പോയില്ലേ അവിടെ? ബംഗാളിൽ സീറ്റ് കുറഞ്ഞല്ലേ? 17 സീറ്റ് 12 ആയില്ലേ? മമതയെ പിടിച്ച് കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ ഈ മുസ്ലിം 18 കോടിയോ 20 കോടിയോ ജനങ്ങൾ, ഒരു 10-16 കോടി മുസ്ലിം വോട്ട്, ഒറ്റ വോട്ട് BJPക്ക് കിട്ടിയില്ല. 16 കോടി വോട്ട് വേണ്ടെന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ? അവർ മാനം മര്യാദയ്ക്ക് അവരുടെ ഹിന്ദു വർഗീയതയൊക്കെ കരമൊക്കെ കുറച്ച് RSSുമായിട്ടുള്ള എന്താ ഞങ്ങൾ RSSൻ്റെ പ്രോഡക്റ്റാണ് എന്നൊക്കെയുള്ള ആ ചിന്താഗതിയൊക്കെ മാറ്റിവെച്ച് ഭരണഘടന അനുസരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താലോ? അത് ചെയ്തില്ലല്ലോ. കിട്ടിയ അവസരങ്ങളിലൊന്നും ചെയ്തില്ല. എന്തെങ്കിലും സ്റ്റഡി ചെയ്യുന്നുണ്ടോ മോഡി? ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തു. ഈ രാജ്യത്തെ കർഷക തൊഴിലാളിക്ക്, ദരിദ്ര കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്ന ആൾ ചിന്തിക്കാൻ പറ്റുമോ? എന്താ ചിന്തിക്കാത്ത? പറ്റുമോ? തൊഴിലില്ലായ്മ അതിനെ ഇന്ന മുഴുവൻ കൊടുക്കുന്നുണ്ടായാണ്. ഇവിടെ കൊടുത്തില്ലേ? മറ്റ് സ്റ്റേറ്റിലൊന്നും കൊടുത്താൽ ഇവിടെ കൊടുത്തില്ലേ? അങ്ങനെയുള്ള എന്തെങ്കിലും സോഷ്യൽ ബെനിഫിറ്റുള്ള ഇത്തരമുള്ള മഹത്തായ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പരിപാടിയും നടപ്പാക്കിയില്ല. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതാനുയായികളാണ് അയാൾക്ക് വോട്ട് ചെയ്തവരിൽ എതിരായി വോട്ട് ചെയ്തവരിൽ ഭൂരിപക്ഷം. അയാൾക്ക് വോട്ട് ചെയ്തതല്ല, ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങളും ചില പാർട്ടിക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രയോജനപ്പെടുത്തി മോഡി അധികാരത്തിൽ താഴെ ഇറക്കാനുള്ള സുവർണാവസരമായി തവണ